ഇന്നലെ പുലർച്ചെയോടെ, അതായത് ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംവിധായകൻ ഷാഫിയുടെ മരണവാർത്ത എല്ലാവരെയും തേടിയെത്തിയത്. ഇന്നലെ വെളുപ്പിന് 12:15 ഷാഫിയുടെ മരണവാർത്ത എല്ലായിടത്തും എത്തിയതെന്നറിയാം. എന്നാൽ അതിന് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ച മറ്റൊരു വാർത്തയായിരുന്നു ഷാഫിയുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച് ബാലതാരമായി നിൽക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുകയും ചെയ്തിരുന്ന മറ്റൊരു താരത്തിൻ്റെ വിയോഗ വാർത്ത. എല്ലാവരെയും ആ വാർത്ത ഒന്നടങ്കം ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ അസുഖ കാരണം ആർക്കും അറിയില്ലായിരുന്നു. ഈ നടിക്ക് ഇങ്ങനൊരു അസുഖമുള്ളതായി ആർക്കും അറിയില്ലായിരുന്നു. 21 വയസ്സിനിടെയുള്ള എല്ലാ പോരാട്ടവും അവസാനിപ്പിച്ചാണ് നിഖിത നയ്യാർ എന്ന ഈ നടി ഇന്നലെ യാത്രയായത്. അഭിനയിക്കാനും കോളേജിൽ പോകാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ഉത്സാഹത്തോടെ എല്ലായിടത്തും നിന്നിരുന്ന ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെ നിഖിത നയ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിക്കാർക്ക് പോലും അത്രമേൽ സുപരിചിതയായിരുന്നു. ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും സെയിൻറ്റ് തെരേസസ് കോളേജിലെ മുൻ ചെയർപേഴ്സണുമാണ് നിഖിത നയ്യാർ. 21 വയസ്സായിരുന്നു നിഖിതയ്ക്ക്. വിട പറഞ്ഞത് അപ്രതീക്ഷിതമായി എന്ന് തന്നെ പറയാം. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. വിജയകരമായ രീതിയിൽ തന്നെയായിരുന്നു അത് മുന്നോട്ട് പോയത്. എന്നാൽ രണ്ടാമത് മാറ്റിവെച്ച് കരളിനോട് പൊരുത്തപ്പെടാൻ നിഖിതയ്ക്ക് ആയില്ല എന്നാണ് പറഞ്ഞത്. മുൻപ് മാറ്റിവെച്ചപ്പോൾ തന്നെ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയതായിരുന്നു. എന്നാൽ പിന്നീട് അത് സാധിക്കാതെ പോയപ്പോൾ നിഖിതയുടെ ശരീരം അതിന് പ്രതികരിക്കാതെ വരികയായിരുന്നു. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം എന്നതായിരുന്നു 21 വയസ്സുകാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കിത്രയും അസുഖമുള്ളത് കൊണ്ട് മറ്റുള്ള ഓർഗൻസ് എല്ലാം തന്നെ ഈ ഒരു പ്രായത്തിൽ പൂർണ്ണ ആരോഗ്യത്തിൽ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ആർക്കൊക്കെ ജീവൻ നൽകാൻ സാധിക്കുമോ അതൊക്കെ എനിക്ക് നൽകണം എന്നതായിരുന്നു നിഖിതയുടെ അവസാന വാക്കുകളിൽ പറഞ്ഞതുപോലും. അത് ഇപ്പോൾ എല്ലാവരും ഓർത്തെടുക്കുകയാണ്. നിഖിതയുടെ അച്ഛനും അമ്മയും പോലും അത് പറഞ്ഞാണ് ഇപ്പോൾ കരയുന്നത്. എൻ്റെ മകളുടെ അവസാന വാക്ക് അതാണെന്ന് പറയുന്നു. 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം തന്നെ പുഞ്ചിരിയോടെ ജീവിച്ചു വന്നവൾ. അവസാനിപ്പിച്ച വാക്കുകൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാക്കി തരുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിഖിതയോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കൊച്ചിക്കാർക്കൊക്കെ തന്നെയും വളരെയധികം നന്നായി അറിയാവുന്ന, അതുപോലെ കൊച്ചിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജിലെ ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തിരുന്നൊരു വ്യക്തി കൂടിയാണ് നിഖിത. അവസാന ആഗ്രഹം പോലെ തന്നെ കണ്ണുകൾ 2 പേർക്കായി കാഴ്ചയും നൽകിയിരിക്കുകയാണ്. BSc സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്നു നിഖിത. വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു നിഖിതയ്ക്ക് ഉണ്ടായിരുന്നത്. ഷാഫി വിട പറഞ്ഞ അതേ ദിവസം തന്നെ മണിക്കൂറുകൾക്ക് ശേഷം യാദൃച്ഛികമായിട്ടാണ് ഷാഫിയുടെ സിനിമയിലൂടെ വന്നെത്തിയിരിക്കുന്ന നിഖിതയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം അത്ഭുതമായി തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അത് പ്രേക്ഷകരെ ഞെട്ടിച്ചൊരു സംഭവമാണെന്ന് പറഞ്ഞ ആദരാഞ്ജലി പോസ്റ്റുകൾ നിറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.